ദൈവത്തിന് എല്ലായിടത്തും എത്താൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം മാതാപിതാക്കളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് എത്ര പേർ കേട്ടിട്ടുണ്ട്? പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് 2026 152 ദിവസമാണ്. ഇന്ന് ജൂൺ 1. ഇന്നാണ് ലോകം മുഴുവൻ ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ്, ലോക മാതാപിതാക്കളുടെ ദിനമായി ലോകമെങ്ങും ആഘോഷിക്കുന്ന മഹത്തായ ദിവസമാണ് ഇന്ന്. ആരാണ് ഇത് പ്രഖ്യാപിച്ചത്? ആരാണ് നമ്മുടെ മാതാപിതാക്കൾ? എന്തുകൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളുടെ നിസ്വാർത്ഥമായ സ്നേഹത്തെയും ത്യാഗത്തെയും ആദരിക്കാനായി ഐക്യരാഷ്ട്രസഭ 2012 മുതലാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. ഒരു കുട്ടിയുടെ വളർച്ചയിലും സമൂഹത്തിൻ്റെ കെട്ടുറപ്പിലും മാതാപിതാക്കൾ വഹിക്കുന്ന പങ്കിനെ ലോകത്തിനു മുൻപിൽ ഓർമ്മിപ്പിക്കാനാണ് ജൂൺ 1 ഈ മഹത്തായ ദിനമായി തിരഞ്ഞെടുത്തത്. ആരാണ് മാതാപിതാക്കൾ? നമുക്ക് ജീവൻ നൽകിയവർ മാത്രമല്ല മാതാപിതാക്കൾ. സ്വന്തം സന്തോഷങ്ങളും ഉറക്കവും വിശപ്പും മാറ്റിവെച്ച് നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ കണ്ണീരൊപ്പി നമ്മെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ സ്വന്തം ജീവിതം തന്നെ മെഴുകുതിരി പോലെ ഉരുക്കിക്കളയുന്ന ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിൻ്റെ, ബഹുമാനിക്കേണ്ടതിൻ്റെ, സ്നേഹിക്കേണ്ടതിൻ്റെ 10 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയാണ് എന്ന് ഞാൻ പറയും. 1. നമുക്ക് ജീവൻ നൽകിയവരാണ് അവർ. ഈ മനോഹരമായ ലോകം കാണാൻ നമുക്ക് അവസരമൊരുക്കി തന്നത് നമ്മുടെ മാതാപിതാക്കളല്ലേ? 2. അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മൾ പരാജയപ്പെടുമ്പോഴും ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മെ വിശ്വസിക്കുന്ന ഒരേയൊരു കേന്ദ്രം അവരാണ്. അവരാണ് ആദ്യത്തെ ഗുരുക്കന്മാർ. ലോകത്തെ എങ്ങനെ കാണണമെന്ന് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ്. അടുത്തതായി സുരക്ഷയാണ്. ഏത് അപകടത്തിലും നമുക്ക് ഓടിയെത്താവുന്ന ഒരേയൊരു സുരക്ഷിത താവളം നമ്മുടെ മാതാപിതാക്കളാണ്. 5. പ്രോത്സാഹനമാണ്. ലോകം മുഴുവൻ നമ്മെ തള്ളിപ്പറഞ്ഞാലും നമ്മിൽ വിശ്വസിക്കുന്നത് അവർ മാത്രമായിരിക്കും. 6. ക്ഷമയാണ്. നമ്മുടെ 1000 തെറ്റുകൾ നമ്മുടെ മാതാപിതാക്കൾ ക്ഷമിക്കുന്നു. അടുത്തതായി അവർ നമ്മുടെ വേരുകളാണ്. നമ്മൾ ഇന്നാരോ അതിന് കാരണം അവരുടെ കഠിനാധ്വാനമാണ്. 8. പ്രാർത്ഥനയാണ്. സ്വന്തം സുഖത്തേക്കാൾ മക്കളുടെ നന്മക്കായി മാതാപിതാക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. 9. വൈകാരിക പിന്തുണയാണ്. തോൽവികളിൽ തളരുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത് അവരാണ്. അവസാനമായി വാർദ്ധക്യമാണ്. അവർ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മെ പരിപാലിച്ചു. ഇനി അവർ കുഞ്ഞുങ്ങളാകുമ്പോൾ അവരെ പരിപാലിക്കേണ്ടത് മക്കളായ നമ്മുടെ കടമയല്ലേ? മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയസ്പർശിയായ ഒരു കഥ ഞാൻ പറയാം. ഒരു വലിയ തണൽമരവും അതിൻ്റെ ചുവട്ടിൽ കളിച്ചു വളർന്ന ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. കുട്ടിക്ക് വിശന്നപ്പോൾ മരം അവന് അതിൻ്റെ പഴങ്ങൾ നൽകി. അവന് കളിക്കാൻ മരം അതിൻ്റെ കൊമ്പുകൾ നൽകി. അവൻ വളർന്ന് വലിയവനായപ്പോൾ വീട് വെക്കാൻ അവൻ മരം ചോദിച്ചു. അപ്പോൾ ആ മരം അതിൻ്റെ തടിയും വെട്ടി നൽകാൻ തയ്യാറായി. ഒടുവിൽ പ്രായമായി തളർന്ന ആ മകൻ തിരിച്ചെത്തിയപ്പോൾ
അവന് വിശ്രമിക്കാൻ ആ മരത്തിൻ്റെ അവശേഷിച്ച വേരുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും ആ മരം സന്തോഷത്തോടെ അവന് തണലൊരുക്കി. എന്താണ് ഈ കഥയുടെ ഗുണപാഠം സുഹൃത്തുക്കളെ? ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ തണൽ മരം മറ്റാരുമല്ല, അത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. തങ്ങളിൽ ഉള്ളതെല്ലാം മക്കൾക്കായി നൽകിക്കഴിഞ്ഞാലും ഒടുവിൽ മക്കൾ തങ്ങളുടെ അരികിലേക്ക് വരുന്നത് മാത്രമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് നമ്മൾ തിരിച്ചറിയണം കൂട്ടുകാരെ. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ. അമ്മയും അച്ഛനുമാണ് നമ്മുടെ ആദ്യത്തെ ദൈവങ്ങൾ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ചാർലി ചാപ്ലിൻ ഒരിക്കൽ പറഞ്ഞു, ലോകത്തിന് നിങ്ങൾ ഒരു വ്യക്തി മാത്രമായിരിക്കാം, എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ അവരുടെ ലോകം തന്നെയാണ്. മാതാപിതാക്കൾ ഒരു കുട പോലെയാണ്. വെയിലും മഴയും അവർ ഏറ്റുവാങ്ങി മക്കൾക്ക് എപ്പോഴും തണൽ നൽകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് പല വൃദ്ധസദനങ്ങളും നിറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. അത് കാണുമ്പോൾ നമ്മൾ ലജ്ജിക്കണം. ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി ചോര നീരാക്കിയ അവരെ അവരുടെ വാർദ്ധക്യത്തിൽ മാറ്റി നിർത്തുന്നത് മഹാക്രൂരതയാണ്. ചുരുക്കത്തിൽ, മാതാപിതാക്കൾ എന്നത് പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്ത ഏറ്റവും വലിയ പുണ്യമാണ്. അവരെ സ്നേഹിക്കുക എന്നത് ഒരു ദിവസത്തെ ആചാരമല്ല, ജീവിതകാലം മുഴുവൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും വാങ്ങാം. എന്നാൽ മാതാപിതാക്കൾ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സ്നേഹവും പരിഗണനയും ദയയും കാരുണ്യവും നൽകുക എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യം. മാതാപിതാക്കളുടെ മഹത്വം തിരിച്ചറിയാനും അവരെ ആദരിക്കാനുമാണ് ഈ മഹത്തായ ദിനം. അവരുടെ ത്യാഗങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലെത്തിയാൽ നിങ്ങളുടെ അച്ഛനമ്മമാരെ കെട്ടിപ്പിടിച്ച് മുഖത്ത് ഒരു മുത്തം നൽകുക. അല്ലെങ്കിൽ അവരുടെ കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒരു നന്ദി പറയുക. നിങ്ങൾ അവർക്ക് നൽകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം അതായിരിക്കും. നിങ്ങൾ ഇന്ന് വീട്ടിലെത്തിയാൽ അവരുടെ കൈകളിൽ പിടിച്ച് ഹൃദയം തുറന്ന് പറയുക, അമ്മേ, അച്ഛാ, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾ എനിക്ക് നൽകിയ ജീവിതത്തിന് നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ ആ ഒരൊറ്റ വാക്ക് നൽകുന്ന സന്തോഷം ഈ ലോകത്തിലെ എല്ലാ സമ്മാനങ്ങളെക്കാളും വളരെ വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാം, അവരെ നെഞ്ചോട് ചേർക്കാം. ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്കെല്ലാവർക്കും ഒരു ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ് എല്ലാവർക്കും നേരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം ഈ ചെറു പ്രസംഗം കേട്ട നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശ്രീശൻ തയ്യൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ ഗുഡ് ഡേ. അടുത്ത ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.